പൊന്നാനിയിൽ ശവ്വാൽ മാസപ്പിറ കണ്ടതിനാൽ നാളെ ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് തിരുവനന്തപുരം പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി അറിയിച്ചു. ഇപ്പോൾ ലോകം ഇരുട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും ഈ ഇരുട്ട് മാറി നല്ല കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഈ പെരുന്നാൾ നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ പിറകണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഈദുൽ ഫിത്ർ ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. റമളാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷകൾ സമ്മാനിക്കുന്ന മാസമാണ്. എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘങ്ങൾ അതിജീവിച്ചത് എന്ന് ആത്മീയമായ ഊർജം ശക്തിപ്പെടുത്തുവാനുള്ള ഒരു സമയവും ഒരു കാലയളവുമായിരുന്നു റമളാൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിവിന്റെ പരമാവധി നമുക്കതിനെ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു ഇരുട്ടിന്റെ കാലം അതെപ്പോഴും നിലനിൽക്കുന്നതല്ല. ഇരുട്ട് മാറി വെളിച്ചത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം വരും. പ്രതിസന്ധികൾ നീങ്ങി എളുപ്പത്തിന്റെ ഒരു കാലം വരുമെന്നാണ് റമളാനും ഖുർആനുമെല്ലാം നമ്മോട് പറഞ്ഞത്. മാസപ്പിറ കണ്ടതോടെ ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം വിശ്വാസി സമൂഹം ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. ചെറിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഒമാൻ ഒഴികെയുള്ള GCC രാജ്യങ്ങളിലും നാളെയാണ് ചെറിയ പെരുന്നാൾ. ഒമാനിൽ വൈകാതെ പ്രഖ്യാപനമുണ്ടാകും. ചെറിയ പെരുന്നാളിന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ആശംസകൾ അറിയിച്ചു. ആഘോഷങ്ങൾ സാഹോദര്യത്തിന്റെ പ്രതിഫലനമാകട്ടെ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസിച്ചത്. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ആശംസകൾ നേർന്നു. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് എൻ്റെ ഹാർദവമായ ഈദുൽ ഫിത്തർ ആശംസകളെന്നും ആത്മനിയന്ത്രണത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദാരതയുടെയും മഹിമയെ വാഴ്ത്തുന്ന ആഘോഷമാണ് ഈദുൽ ഫിത്തർ എന്നും പട്ടിണി രഹിതവും കൂടുതൽ സന്തോഷകരവുമായ ലോകം ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നു. വ്രതാനുഷ്ഠാനത്തിലൂടെ സ്വയം ശുചീകരണത്തിന് വിധേയമാകപ്പെടുക എന്നതിനപ്പുറം കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും സമയം കണ്ടെത്തേണ്ട കാലം കൂടിയായിരുന്നു വിശുദ്ധ റംദാൻ മാസം. താൻ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരു വിഹിതം വിശന്നിരിക്കുന്ന മറ്റൊരുവനു കൂടി കൊടുക്കുക എന്ന മഹത്തരമായ ആശയം പകരുന്നതിലൂടെ മാനവികതയും സാഹോദര്യ മൂല്യവും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് റംദാൻ ഓർമ്മപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മാസപ്പിറ കണ്ടെങ്കിലും ഉത്തരേന്ത്യയിലും ദില്ലിയിലും മാസപ്പിറ കണ്ടില്ല. പെരുന്നാൾ മറ്റന്നാളാകുമെന്ന് ദില്ലി ലക്നൗ ഇമാമുകൾ അറിയിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം.